കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. മലപ്പുറം പൊന്നാനി, കോഴിക്കോട് കാപ്പാട്, തിരുവനന്തപുരം നന്ദൻകോട് എന്നിവിടങ്ങളിൽ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് ചെറിയ പെരുന്നാൾ നാളെയാണെന്ന് ഖാസിമാർ പ്രഖ്യാപിച്ചത്. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ശവ്വാൽ 1 നാളെയായി ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. മലപ്പുറം പൊന്നാനി കടപ്പുറത്ത് ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ സാഹചര്യത്തിൽ നാളെ ചെറിയ പെരുന്നാളാണെന്ന് ഖാദിമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ചെറിയ പെരുന്നാളിൻ്റെ നിമിഷങ്ങളിലൂടെ ഇങ്ങനെ കേരളത്തിലെ വിശ്വാസി സമൂഹം മുന്നോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ ആഘോഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളായിട്ടാണ് ഈ റമദാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷമുള്ള കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷമുള്ള ചെറിയ പെരുന്നാളും മറ്റൊന്ന് ഹജ്ജിനോട് ചേർന്നുള്ള ബലിപെരുന്നാളും എന്നുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമാണ് ഈ 29 ദിവസത്തെ കഠിനമായ റമദാൻ വ്രതം പൂർത്തിയാക്കിക്കൊണ്ടുള്ള നാളത്തെ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഈദുൽ ഫിത്തർ എന്നുകൂടി ഈ ചെറിയ പെരുന്നാൾ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഫിത്തറിൻ്റെ പെരുന്നാൾ, അതായത് ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കിയ പെരുന്നാൾ എന്നുള്ളതാണ്. അത് ഒരാൾ തൻ്റെ ശരീരത്തിന് നൽകുന്ന ദാനം എന്നുള്ളതാണ്. ഒരാൾ അവിടെ കൃത്യമായി അയാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അയാൾക്ക് മറ്റ് ബാധ്യതകളൊന്നുമില്ലെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അയാളുടെ നാട്ടിലെ ഏറ്റവും സാധുവായ മനുഷ്യന്, ഏറ്റവും അശരണരായ മനുഷ്യന്, രോഗിയായ മനുഷ്യന് അവിടുത്തെ ഭക്ഷ്യധാന്യം എന്താണോ അത് ധാന്യം ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു സക്കാത്താണ് ഈ ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തി 3 കിലോയാണ് നൽകേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് ഭക്ഷ്യധാന്യം എന്ന് പറയുമ്പോൾ അരിയാണ്. അപ്പോൾ 3 കിലോ അരി ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഏറ്റവും രോഗിയായി അവശനായി കിടക്കുന്ന വ്യക്തിക്ക് എത്തിച്ചു നൽകേണ്ടുന്ന നിമിഷങ്ങളാണ് ഇനിയുള്ളത്. ചെറിയ പെരുന്നാൾ നിസ്കാരം വരെയാണ്. അത് കഴിഞ്ഞ് നാളെ രാവിലെ ചെറിയ പെരുന്നാൾ നിസ്കാരം വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും കേന്ദ്രീകരിച്ച് അരങ്ങേറുന്നു. അങ്ങനെ അരങ്ങേറുന്നതിന് പിന്നാലെ തന്നെ പ്രാർത്ഥനകൾ നടക്കുന്നു, ഖതീബുമാരുടെ ഖുതുബ പ്രസംഗം നടക്കുന്നു. ഒപ്പം ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലഹരി വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടന്നുപോകുന്ന ഒരു ചെറിയ പെരുന്നാൾ എന്ന നിലയിൽ എല്ലാ പള്ളികളിലും എല്ലാ മഹല്ലുകളിലും ലഹരിക്കെതിരായ ബോധവൽക്കരണവും പ്രതിജ്ഞയുമായി വിശ്വാസി സമൂഹം മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ബന്ധുഭവനങ്ങളും സുഹൃത്ത് ഭവനങ്ങളും സന്ദർശിച്ച് പരസ്പരമുള്ള സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ വേള കൂടിയാണ്. അത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ഇരുന്ന്, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഈ ഒരു ആഘോഷം അവർ ഏറ്റവും കെങ്കേമമാക്കുകയാണ്. ചെറിയ പെരുന്നാളിൻ്റെ ഓർമ്മകളുമായി ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് കാപ്പാട് നിന്ന് ഇവിടെ ഒരുപാട് പേരുണ്ട്. എങ്ങനെ നാളത്തെ പെരുന്നാൾ എങ്ങനെ? വളരെ നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്രയും സമയത്ത് 29 ദിവസം നമ്മൾ ഇതുപോലെ കഴിഞ്ഞു. ഇനി ആഘോഷത്തിന് രാവുകളാണ്. സന്തോഷം. എങ്ങനെയാണ് 29 ദിവസം നോൻപെടുത്തു, ഇനിയിപ്പോൾ ആഘോഷത്തിൻ്റെ ദിനമാണ്, ആഘോഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കും, എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ, സൗഹോദര്യത്തിൻ്റെ മാധുര്യം നിറഞ്ഞ ഒരു പെരുന്നാളാണ്. നമുക്കറിയാം, ഈ ഒരു പ്രത്യേകമായ കാലുഷ്യമായ ഒരു സാഹചര്യത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് ഈ ആഘോഷം ഏറ്റവും കെങ്കേയമാക്കുക, സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടുതൽ ഇടങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളത് കൂടി ഈ ആഘോഷം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ്. തീർച്ചയായിട്ടും മനുഷ്യർ ഒന്നാണ് എന്നുള്ള എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. പുറം ആഘോഷങ്ങളുടെ എല്ലാ വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഈ ഈദുൽ ഫിത്തർ നൽകുന്നത്. ഒരു കൊച്ചു മിടുക്കിയുണ്ട്. മോളെ എത്ര വയസ്സുണ്ട്? 7 വയസ്സല്ലേ? എന്താ പേര്? ഇശൽ മറിയം. എങ്ങനെയാ പെരുന്നാൾ കോടിയൊക്കെ വാങ്ങിച്ചോ? നാളെ അത് ഇടല്ലേ, പുതുവസ്ത്രം ഇടല്ലേ? നാളെ എന്താ വേറെ പരിപാടി? ബന്ധുവീട്ടിലൊക്കെ പോകുന്നുണ്ടോ? ഉണ്ട്. ഒന്നും പറയുന്നില്ലല്ലോ. പാട്ട് പാടും ഇശൽ? ഇല്ല. വേറെന്തൊക്കെയാ നാളത്തെ പെരുന്നാളിൽ എന്തൊക്കെയാ? എന്താ കഴിക്കാൻ? എന്താ ബിരിയാണി ആയിരിക്കും? എന്താ? ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. 7 വയസ്സുള്ള ഇശൽ മറിയത്തുനിന്ന് നമ്മൾ നേരെ പോകുന്നത് 70 വയസ്സുള്ള മരക്കാരിക്കയിലേക്കാണ്. മരക്കാരിക്ക ഇന്നിപ്പോൾ ബിരിയാണി നമുക്ക് സുലഭമാണ്. പക്ഷേ മരക്കാരിക്കയുടെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറാന്ന് തോന്നുന്നു, അല്ലേ? നെയ്ച്ചോറും ഇറച്ചിക്കറിയായിരിക്കും. അപ്പോൾ അത് കിട്ടുന്ന അപൂർവം ചില ദിവസങ്ങളിലൊന്ന് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ അന്നത്തെക്കാട്ടിയും നല്ല ഒരു ആഘോഷമാണ് ഇപ്പം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആധുനികമായ എല്ലാ സൗകര്യങ്ങളുള്ള ആഘോഷമാണ്. അന്ന് അതല്ല. അന്നിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം
എന്താ ഒന്നതല്ല അന്നെല്ലാ ഇതിനും എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടും, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണെന്ന് മാത്രം. ക്യാമറയൊക്കെ പക്ഷെ അന്നത്തെ ഒരു ആഘോഷത്തിന് സന്തോഷം കൂടുതലുണ്ടായിരുന്നില്ല, വല്ലപ്പോഴും കിട്ടുന്നൊരു നല്ല ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി സന്തോഷങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആള് ദുർലഭമായിരിക്കും, കുറഞ്ഞ ഇതല്ലേ ഉള്ളൂ. ഇപ്പോൾ ജനം കൂടുതലല്ലേ, അപ്പോൾ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും. അന്ന് ബിരിയാണി ഉണ്ടോ? എങ്ങനെയാ? ബിരിയാണി ഒക്കെ ഉണ്ട്. ബിരിയാണി, നെയ്ച്ചോറ് അതെല്ലാം ഉണ്ട്. നമുക്ക് വിശപ്പ് മാറ്റാനുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, ആഡംബരാക്കാനില്ല. ആഡംബരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്ടമുണ്ട് എപ്പോഴും. ഇപ്പം ചെറിയ കുട്ടി പറഞ്ഞ മാതിരി എപ്പോഴും ബിരിയാണി തന്നെയാണ്. പിന്നെ അതുമല്ല, കുട്ടികൾക്കൊക്കെ പോയി ഏറ്റവും വലിയ ഇഷ്ടം ചോദിച്ചാൽ തന്നെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി. അതാണ്. അന്ന് ഈ പുതിയ വസ്ത്രങ്ങളൊക്കെ കിട്ടുമായിരുന്നോ? വളരെ കിട്ടും, വളരെ ദുർലഭമാണ്. അതിന് ഒരു വർഷം ആസ്വദിക്കും. എങ്ങനെയാ അന്നത്തെയും ഇന്നത്തെയും ഒരു പെരുന്നാൾ ദിനങ്ങളെ കാണുന്നത്? അന്ന് ഇന്നത്തെ രൂപത്തിലല്ല. ഇന്ന് സാമ്പത്തികമായിട്ട് ആർക്കും അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള കാലഘട്ടമല്ല. അന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ചില വ്യക്തികൾക്ക് മാത്രമേ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെരുന്നാൾ കോടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാവപ്പെട്ടവനൊന്നും പെരുന്നാൾ കോടി അപൂർവമായിട്ട് കിട്ടും. ഇന്ന് കാലഘട്ടമൊക്കെ മാറി. സാമ്പത്തികമായിട്ട് എല്ലാവിധ ജനങ്ങളും ഇന്ന് പട്ടിണി കഷ്ടപ്പാടുകളൊന്നുമില്ല. ഇന്ന് എല്ലാവരുടെ വീട്ടിലും സുഭിക്ഷമായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നാ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം വ്യത്യാസം അങ്ങനെയാണ്, ആണ് വ്യത്യാസം. പിന്നെ വേറെ പറയാനുള്ള ഈ 28-29 ദിവസം അന്നപാനീയങ്ങൾക്ക് ഒഴിവാക്കി കഷ്ടപ്പെട്ട് നോമ്പെടുത്തിട്ടുള്ള അവർക്കുള്ളതാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. അവർക്ക് സന്തോഷിക്കുകയാണ് ഈ പെരുന്നാൾ. പിന്നെ വ്യത്യസ്തമായ മതസൗഹാർദ്ദത്തിന് ഈ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ രാജ്യത്ത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജനങ്ങളായിട്ട് ഒത്തൊരുമിച്ച് പോകാമെന്നുള്ള മതസൗഹാർദ്ദം നിലനിർത്തുക, അത് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാസപ്പിറകൾ കണ്ട വ്യക്തിയാണ് നാസർ കാപ്പാട്. ഇത്തവണ നമുക്ക് കാപ്പാട് മാസപ്പിറ കാണാൻ പറ്റിയില്ല, പക്ഷെ പൊന്നാനി കണ്ടു. അത് കാപ്പാടുന്ന് പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചില്ല എന്നുള്ളൂ, സംശയമാണെന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ കാർമേഘം അറിയാലോ, കണ്ടല്ലോ നിങ്ങൾ. അപ്പം കാർമേഘം നമുക്ക് തടസ്സം നിന്നുകൊണ്ട് കണ്ടില്ല, കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും സന്തോഷം. അപ്പോൾ നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ലോകത്തെല്ലായിടത്തും ആ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. നാളത്തെ പെരുന്നാൾ എങ്ങനെ? വളരെ സന്തോഷം, അൽഹംദുലില്ലാ. നമ്മൾ സാഹോദര്യവും നിലനിർത്തേണ്ട ഒരു പെരുന്നാൾ കൂടിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാവരും കൂടിയായിട്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇവിടെ കാപ്പാട് ഇവിടെ ബീച്ചിൽ കാണാൻ പറ്റിയില്ല, പക്ഷേ നമ്മളെ വടക്കുപുറം തെക്കുപുറമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളെ കാപ്പാടിൻ്റെ ആ തനിമ നിലനിർത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ കൈകോർക്കുന്ന നമ്മുടെ ജാതിമത ചിന്തകൾക്കപ്പുറം സാഹോദര്യം നിലനിർത്തുന്ന ഒരു വലിയ പെരുന്നാളായി ഈ ചെറിയ പെരുന്നാൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.